ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ച വിൻകുട്ടന് സ്കൂളിലുള്ള ദിവസമാണ്. വിൻകുട്ടനൊക്കെ സ്കൂളൊക്കെ പോയ ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം കഴുകുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ മോണിയായ ശേഷം ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ മോണിയായി എന്ന് പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ് യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പോൾ മോണിയായത്. അതിനാദ്യം എൻ്റെ ഭഗവാനോടും ഗുരുവായൂരപ്പനോടും അമ്മേനോടും ഹസ്ബൻഡിനോടും മോനോടും ഒക്കെ നന്ദി പറയണം കേട്ടോ. പിന്നെ നന്ദി പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബർമാർ, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയാൽ അവർക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പം എന്താണ് യൂട്യൂബ്, നമുക്കതൊന്നും അറിയില്ലായിരുന്നു. എന്താണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്നു എങ്കിലും നമുക്ക് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കും ഇതേപോലെയൊക്കെ ഒന്നാവാൻ പറ്റിയിരുന്നെങ്കിൽ, ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം പക്ഷേ സാധാരണ ഒരു വീട്ടമ്മയായി എനിക്ക് ഒരുപാട് സംസാരിക്കാനോ അങ്ങനത്തെ ഒന്നും ഒരു കഴിവും ഇല്ല. കാരണം വീട്ടമ്മയാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ഓരോരുത്തർ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇതേപോലെയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചാലോ എന്ന്. പക്ഷേ അത് നടക്കാത്തൊരു സ്വപ്നമായിട്ട് അവിടെ മൂലക്കിട്ടു കേട്ടോ. പക്ഷേ ഇത് നടന്നത് ഞങ്ങളൊരു കൊട്ടിയൂർ യാത്ര ഉള്ളപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മകനാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനൊരു തുടക്കം ഇട്ട് തന്നത്. അത് എൻ്റെ മകൻ വേഗം പഠിച്ചു. അവനാണ് എൻ്റെ ആദ്യ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത് കേട്ടോ. ആ സമയത്ത് ഒന്നും അറിയില്ല. വൈറ്റ് സ്റ്റുഡിയോ എന്താ അറിയില്ല, എന്താണ് മോണി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇനി ലൈവ് നടത്തുമ്പോൾ എന്താണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അറിയില്ല, ലൈവ് എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിലേക്കൊരു ചുവടുവെപ്പ് നടത്തിയത്. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അതെല്ലാം പഠിച്ചെടുക്കും. അതിന് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അതിവിടെ പറയുന്നില്ല. പറഞ്ഞു പോയാൽ ആരെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് വിഷമാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആകെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ അടിച്ചു വാരുന്നു, തുടയ്ക്കുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതിലപ്പുറമായിട്ട് എനിക്കൊന്നും കാണിക്കാനില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു യാത്ര പോയ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് അത്രേ അറിയുള്ളൂ, അല്ലെങ്കിൽ ആവുള്ളൂ എന്നുള്ളത് വെച്ചാൽ. പക്ഷേ ഞാൻ പലപ്പോഴും ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ ബാഡ് കമൻറ്റൊക്കെ വരുമ്പോൾ ഞാനും ഇതേപോലെ വല്ലാതെ വിഷമിച്ച് വീണ് പോയ സമയമുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് പിന്നീട് ഞാൻ ബ്ലൂ ഒക്കെ കൊടുക്കാൻ പഠിച്ച അവരൊക്കെ ഹെൽപ്പ് ഉണ്ടായി, അവർ തന്നു. പിന്നെ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ് എൻ്റെ അനിയത്തിക്കുട്ടി കാവ്യ. അവളുടെ സപ്പോർട്ട്, അവൾ മെൻ്റലായിട്ട് അല്ലാതെ പേഴ്സണലി അവൾ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. പിന്നെ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടും മെമ്പർഷിപ്പ് തന്നിട്ടും സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഞാൻ പറഞ്ഞില്ല, ആരെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് എൻ്റെ മനസ്സിൽ ആരൊക്കെയാണെന്നുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ പലരെയും വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാത്തത്. എൻ്റെ ലൈവിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ചേച്ചിമാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ എന്താണ്, സന്തോഷമാണ്. അപ്പോൾ എന്നെപ്പോലെ ഏതെങ്കിലും വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളും, നടക്കും. നമുക്ക് നടക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. പല ലൈവും കഴിഞ്ഞിട്ട് എനിക്ക് വാച്ച് ഓവറൊന്നും കൂടാത്തപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടാണ് ദേഷ്യം വരിക. അപ്പോൾ അമ്മ എനിക്കൊരു ഒരു 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 കവിത പോലെ, ഒരു ശ്ലോകം പോലെ ചൊല്ലിത്തരും. പിന്നെ പരിശ്രമിക്കുകൽ എന്തിനേയും വശത്തിലാക്കാം, ദീർഘങ്ങളായ കരങ്ങളെ നൽകി ഈശൻ നമ്മളെ പാരിലേക്ക് അയച്ചു. അതായത് നമുക്ക് എല്ലാ കഴിവുകളും ഒക്കെ തന്നുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ അയച്ചത്. പക്ഷെ നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ ഒന്നും നേടാൻ പറ്റില്ല. അത് അമ്മ എപ്പോഴും പറയും. ഇപ്പം മോണിയായി എന്ന് ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ ആ ഒരു ശ്ലോകമാണ് എനിക്ക് ചൊല്ലി തന്നത്. സത്യമാണ്, നമ്മൾ പരിശ്രമിക്കാതെ ഇരുന്നാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ ഈ യാത്രയിൽ പലപ്പോഴും ഞാൻ ഇടറി വീണിട്ടുമുണ്ട് കേട്ടോ. പലപ്പോഴും പല സ്ഥലത്തും സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തുനിന്നും ഈശ്വരൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് കരകയറ്റി തരികയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഇങ്ങനെ ഒരു മോണിയായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ലൈവിൽ ഒരാളെ പേരല്ല, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, എനിക്ക് ആദ്യത്തെ കടമ്പയായ 1K സബ് ആവാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് ഒരു സത്യൻ ഗുരുവായൂർ ചേട്ടനായിരുന്നു.
ആ ചേട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ തുടക്കത്തിൽ എന്നെ സഹായിച്ചത് തുമ്പീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചിത്ര, ആ തുമ്പീസ് വ്ളോഗാണ് പിന്നെ ചിത്ര എന്നുള്ള പേരിൽ വന്നത് ഇപ്പോൾ ഉണ്ട്. പിന്നെ അതേമാതിരി ഒരുപാട് പേര്, രാജേഷ് ബ്രോ ഉണ്ട്, പ്രദീപ്, അനൂപ്, ഇവരൊക്കെ എൻ്റെ ആദ്യകാലത്തെ ലൈവിലുണ്ടായിരുന്നവരാണ്. അവരിപ്പോഴും ഉണ്ട് കേട്ടോ, എൻ്റെ ലൈവിൽ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ അഗു, ഉണ്ണികൃഷ്ണേട്ടൻ, പിന്നെ ഉണ്ണികൃഷ്ണൻ, വിജയകുമാരി ചേച്ചി, ഗീത ചേച്ചി, ശ്രീകുമാരി ചേച്ചി, ഇങ്ങനെ എത്ര പേരാണ്, ശ്രീജിത്ത്, അങ്ങനെ ഒരുപാട് പേര് കേട്ടോ. അങ്ങനെയാണ് ഒരിക്കലും എൻ്റെ കൂയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവിലേക്ക് കടന്നു വന്ന ഒരാളാണ് കാവ്യമോള്. ആ കാവ്യമോള് അപ്പോഴും ഇപ്പോഴും എൻ്റെ ലൈവ് ശരിക്കും അവൾ കൊണ്ടുപോകാൻ തന്നെ പറയാം. ആൾക്കാരെ പിടിച്ചിരുത്താനും ഒക്കെ ഇപ്പോഴും അവളോട് ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അവളെ സപ്പോർട്ട് ഭയങ്കര, എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാവ്യ. അപ്പോൾ നമ്മളൊരിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പം ഞാൻ ഈ പേര് പറഞ്ഞതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അനൂപ്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഓർമ്മ വരുന്നത് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ എന്നും എൻ്റെ ലൈവിൽ വരുന്നവരാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അദ്വൈത്, മറക്കാൻ പറ്റില്ല, എന്നെ ചേച്ചി എന്ന് വിളിച്ച് അത്രയും സ്നേഹത്തോടെ നിൽക്കുന്ന അദ്വൈത്, ഇങ്ങനെ കുറേ പേര്, അങ്ങനെ കുറേ പേരുടെ സഹായത്തോടെ ഇന്ന് ഞാൻ ഇവിടെ മോണിയായിട്ട് നിങ്ങളെ മുന്നിൽ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.